മാനന്തവാടിയിലെ ബേലൂർ മഖന എന്ന കാട്ടാനെ വെടിവെക്കാനുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. അതിനിടയിൽ വലിയ പ്രതിഷേധം അവിടെയുണ്ട്. മാനന്തവാടിയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് DF ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് വരുമ്പോൾ സുർജിത്ത്, ആ മേഖലയുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് പ്രതിഷേധങ്ങളായി പരിണമിക്കുകയാണ്. സുർജിത്ത്, അല്പസമയം മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DF ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് DF ഓഫീസിന് മുന്നിലൂടെ അതിനടുത്താണ് ഈ KSRTC ഡിപ്പോ. ആ ഡിപ്പോയിലേക്ക് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. ആ ബസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതാണ് പ്രശ്നത്തിന് കാരണം. അത് തടഞ്ഞ ശേഷം പോലീസ് ആ ബസ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പക്ഷേ നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവുണ്ട്. നേരത്തെ ഇവർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടയിലാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ യൂത്ത് കോൺഗ്രസിന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധങ്ങളൊക്കെ ചെറിയ തോതിൽ സംഘർഷത്തിലെത്തുന്നുണ്ട്. കുറ്റം പറയാൻ കഴിയില്ല. അത് വലിയ ആശങ്ക ആ മേഖലയിലുണ്ട്, വലിയ ഭീതിയും പേടിയും ആ മേഖലയിലുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പ്രതിഷേധങ്ങളിൽ ആ ഭീതിയൊക്കെ പ്രതിഫലിക്കൽ സ്വാഭാവികമാണ്. അത് ഉണ്ടാവുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് എന്തായാലും ആനയെ വരുതിയിലാക്കാൻ കഴിയട്ടെ വനം വകുപ്പിന്.